കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തൊഴാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണുക. എന്താണ് ആ അലങ്കാരം, ചതുർബാഹുവായ നാരായണ വിഗ്രഹത്തിൽ ഇന്നത്തെ അലങ്കാരം എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് പോവുക. എല്ലാവരും വരൂ. കിഴക്കേ നടയിൽ വന്നിട്ട് നമുക്ക് ആ വലിയ ഗണപതി ക്ഷേത്രത്തിൽ പോയി ഗണപതിനെ കണ്ട് തൊഴുത് നേരെ നടക്കാം. അങ്ങനെ ആ ഗോപുര വാതിൽ കഴിഞ്ഞിട്ട് ഗോപുരത്തിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വന്ന് നേരെ നമുക്ക് പടിയുടെ അവിടേക്ക് എത്താം. വാതിൽപ്പടിയുടെ അവിടെ കയറുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തു നിന്നുള്ള ആ പ്രകാശം അങ്ങനെ കാണാനുണ്ട്. അധികം തിരക്കൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് എല്ലാവർക്കും, ഇന്ന് വന്ന ആളുകൾക്കൊക്കെ വളരെ സുഗമമായ ദർശനമാണ്. യാതൊരു തിരക്കുമില്ല. വളരെ സന്തോഷമായ ദിവസമാണ്. ഏകാദശിയുടെ ആണെങ്കിൽ കൂടി അതിൻ്റെ തിരക്കൊന്നുമില്ല. ഇന്നിപ്പോൾ കൂടുതൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളി, അതായത് സ്വാമിമാരൊന്നും വന്നിട്ടില്ല, ബാക്കിയുള്ളവരൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മഴയുടെ ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ, തെളിഞ്ഞ അന്തരീക്ഷമാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അവിടെ എത്തി. ഇനി ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക, നാരായണീ എഴുതിയ സ്ഥലത്ത്. അതുപോലെ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണിനെ ഒന്ന് തൊട്ട് തൊഴാം. അങ്ങനെ നമ്മൾ വലതുവശത്ത് കൂടെ അങ്ങനെ നടന്നു വരുമ്പോൾ ആ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ ദീപപ്രഭയിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാൽപാദങ്ങൾ കാണാം. താമര കാണാം, നല്ല ചുവന്ന താമര. താമരയിൽ രണ്ട് കാലും പിണച്ചു വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന പൊന്നുണ്ണിയാണ് കേട്ടോ. അങ്ങനെ കാൽത്തളകൾ ഇട്ടിട്ടുണ്ട്, പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ അരയിൽ കിങ്ങിണി കാണാനുണ്ട്. അങ്ങനെ കൈവളകളുണ്ട്, തോൾവളകൾ രണ്ട് ഭാഗത്തുണ്ട്. അതേപോലെ നല്ലൊരു ഗോപിക്കുറി ചാർത്തിയിട്ടുണ്ട്. ആ വളയം പോലത്തെ മാല ഉണ്ട്. അതുപോലെ ചെറിയൊരു നെക്ലസ് പോലത്തെ ഒരു മാല ഉണ്ട്. അതിനപ്പുറം ഒരു മുല്ലയും താമരയും തെച്ചിയായിട്ടുള്ള ഒരു ഉണ്ടമാല, അതുപോലെ തെച്ചിയും തുളസിയായിട്ടുള്ള ഒരു ഉണ്ടമാല. അങ്ങനെ രണ്ട് ഉണ്ടമാലകളുണ്ട്. തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. പീലി തിരുമുടി ഉണ്ട്. പീലി ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ടുള്ള ആ ഒരു നിറപ്പാണ് അവിടെ കാഴ്ചയ്ക്ക് ഇന്ന് കാണാനുള്ളത്. മുരളീധരനായിട്ടാണ്, വേണു പൊഴിക്കുകയാണ്. വേണു പൊഴിച്ച് രണ്ട് കൈ കൊണ്ടും വേണു പൊഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ ധന്യമാക്കിക്കൊണ്ടെന്ന് ആ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള ആ ഒരു പ്രതിഷ്ഠ, അതായത് കളഭാലങ്കാരം എന്ന് ആ കാഴ്ച കാണാൻ പറ്റുന്നത് താമരക്കണ്ണനായിട്ടാണ്. അകത്തും പുറത്തും താമരക്കണ്ണനാണ്. അപ്പോൾ നല്ല കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ കണ്ടോളൂ. ആ ശ്രീലകത്തെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിലെ രൂപം ദർശിക്കുക. എല്ലാവരും എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിരുനടയുടെ മുൻപിലാണ്, സോപാനപ്പടിയിലാണ്. നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ താമരക്കണ്ണനെ കണ്ട് ഇരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് തൊഴുതിറങ്ങാം. ഇറങ്ങുമ്പോൾ ആ തിടപ്പള്ളിയിലേക്കൊക്കെ നോക്കുക. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് ആ സപ്തമാതാക്കളെയൊക്കെ തൊഴുത് ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരിക. വിഘ്നേശ്വരൻ അത് നല്ല രസമായിട്ട് തുമ്പിക്കൈയൊക്കെ ആ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ട്, മുഖമൊക്കെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടാണ് ഇരിക്കുന്നത്. വെളുത്ത പൂവും തുളസിയും കൂടിയൊക്കെ ചാർത്തിയിട്ടുള്ള മാലയും ഒക്കെ കാണാനുണ്ട്. വിഘ്നേശ്വരനെ കണ്ടു തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ തിരിഞ്ഞാൽ സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. അവിടെ അത് മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. വെളുത്ത മുല്ലമൂട്ടുമുണ്ട്, തുളസിയും കൂടിയുള്ള മാലയാണ്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ പോരുമ്പോൾ ആ സൈഡിലെ ഗണപതിക്കും അതാ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് ആൾക്കാർ.
അപ്പോൾ അവിടേക്കൊന്ന് തൊട്ട് തലോടിയിട്ട് വരാം. അങ്ങനെ ആ മേൽശാന്തി ഇരിക്കുന്നിടത്ത് ഇന്ന് പൂവും പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ നമുക്ക് അനന്തപത്മനാഭസ്വാമീനെ കാണാം. അവിടെ അതാ മുല്ലമുട്ട് ഇങ്ങനെ ഒരു വരി കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ വലിയ നല്ല തുളസിമാല വലിയ കട്ടിയിലാണ് ചാർത്തിയിരുന്നത് അനന്തപത്മനാഭസ്വാമിക്ക്. അത് കാണാം. അപ്പം അങ്ങനെ കണ്ട് തൊഴാം, പത്മനാഭസ്വാമിയെ കണ്ട് തൊഴാം. അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് പിൻഭാഗത്ത് സാഷ്ടാംഗം നമസ്കരിക്കുക. സാഷ്ടാംഗം നമസ്കരിച്ച് ഗുരുവായൂരപ്പനോടെല്ലാം തുറന്ന് പറഞ്ഞ് നമുക്കിങ്ങോട്ട് പോരാം. അങ്ങനെ വരുമ്പോൾ ആ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് ആ കൃഷ്ണൻ്റെ അവിടെ അതാ മാല ചാർത്തിയിട്ടുണ്ട്. ആ മുരുകൻ കാണാം. അതുപോലെ ഹനുമാൻ സ്വാമിയുടെ അവിടെ നിറയെ മാലയാണ്, വെറ്റിലമാലയാണ്, ധാരാളം വെറ്റിലമാല. അതിൻ്റെ ഇടയിൽ ഇന്ന് മുല്ലമുട്ട് എവിടുന്നോ കിട്ടിയിട്ടുണ്ട് ആളുകൾക്ക്. അപ്പോൾ അത് കൊടുന്ന് ചാർത്തിയിട്ടുണ്ട്. കുങ്കുമമുണ്ട്. അപ്പോൾ അത് കണ്ട് തൊഴുത് അവിടെ ഹനുമാനെ കണ്ട് വന്നിച്ച് നേരെ ഇനി നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ നോക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അകത്ത് താമരക്കണ്ണനും പുറത്ത് താമരക്കണ്ണനും കാണണ്ടേ. അപ്പോൾ താമരക്കണ്ണനെ കണ്ട് ആ കൽപ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. അത് കഴിഞ്ഞ് നേരെ ആ മണിക്കിണർ കാണാം. അത് കഴിഞ്ഞിട്ട് നേരെ ആ നൃത്താറയിലേക്ക് നോക്കിയാൽ ആ നൃത്താറയിൽ നോക്കിയിട്ട് അവിടെ കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ കണ്ടാൽ അവിടുന്ന് കണ്ട് തൊഴുത് ഇങ്ങനെ ഇറങ്ങാം. ഇനി വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങി ആ പ്രസാദ കൊടുക്കുന്ന കൗണ്ടറിലൊക്കെ എത്തിയ പ്രസാദം വാങ്ങാം. ഇനി നമുക്ക് എടത്തരികത്തുകാവിലെ അമ്മേനെ കാണാൻ പോവാം. അവിടെ നല്ല തിരക്കാണ്. ബാക്കി ഭാഗത്തൊന്നും തിരക്കില്ല, അവിടെ നല്ല തിരക്കാണ്. അതെല്ലാവരും കൂടി അവിടെ ചെന്ന് കൂടി അതിങ്ങടെ ഇറങ്ങുന്ന ആളുകളും വരുന്ന ആളുകളും ഭഗവതി നടയിൽ കൂടെ ഇറങ്ങുന്ന ആളുകളും അങ്ങോട്ട് കയറുന്ന ആളുകളുടെ ഒക്കെ പാടെ തിരക്ക്. അപ്പോൾ അവിടുന്ന് നമുക്ക് ആ ഭഗവതീനെ കണ്ട് തൊഴാം. ഭഗവതിയുടെ അടുത്ത് പോവാം. എന്തായാലും അവിടെ നന്നായിട്ട് ആ ചുവന്ന പട്ടൊക്കെ ആയിട്ടാണ് ഭഗവതി ഇരിക്കുന്നത്. അലങ്കാരം ഇങ്ങനെ കറക്റ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് എന്തായാലും തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് ഇനി മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. നമശിവായ നമശിവായ എന്ന് പറഞ്ഞ് മമ്മിയൂരപ്പനെ കണ്ട് തൊഴുത് അങ്ങനെ വരുമ്പോൾ ആ കൊടിമരം നോക്കിയിട്ട് തൊഴാം. അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടുന്ന് ഒന്നുകൂടി നമ്മുടെ താമരക്കണ്ണനെ കാണാം. ഒന്ന് ചാടി നോക്കിയാൽ താമരക്കണ്ണനെ കാണാൻ പറ്റും. അങ്ങനെ ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തി തൊഴുത് അയ്യപ്പസ്വാമിയുടെ അടുത്തും എത്തി തൊഴാം. അയ്യപ്പസ്വാമി അതാ ഒരു നീല പട്ടൊക്കെ ധരിച്ചിട്ടാണെന്ന് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. മുഖമൊക്കെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, ചന്ദനം കൊണ്ട്. അപ്പോൾ കണ്ട് തൊഴുത് ഭൂതനാഥ സുധാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് നേരെ നമുക്ക് ഒന്ന് പ്രദക്ഷിണമായിട്ട് ചെന്ന് ആ പടിഞ്ഞാറ നടയിൽ ചെല്ലുക. പടിഞ്ഞാറ നടയിൽ നിന്ന് ആ ദീപസ്തംഭം കാണാം, കൊടിമരം കാണാം. അപ്പോൾ അവിടുത്തെ ആ കൃഷ്ണന്മാരെയും കണ്ട് തൊഴുത് മുരളീധരനെ കണ്ട് തൊഴാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉച്ചപൂജ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജൻ്റെ കൂടെ വന്ന് തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ. ഹരേ കൃഷ്ണ.